ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി സെൽഫ് സ്റ്റഡീൻ്റെ വീഡിയോസൊക്കെ ചെയ്യണം. എല്ലാവരും കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, ഏത് ബുക്കാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ടോട്ടലായിട്ട് സെൽഫ് സ്റ്റഡിയെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഭരണഘടന കണ്ടോ, ഞാൻ പഠിച്ചിട്ട് ഭരണഘടനേൻ്റെ തുടക്കം ഞാനൊന്ന് റിവിഷനായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ സമയം 11:15 ആവാനായി. ഭരണഘടന പഠിച്ച് നമ്മുടെ ഈ ഭരണഘടനയുടെ തുടക്കം പഠിച്ചിട്ട് ഞാൻ അതപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ നാളെ ഇടാനുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഇന്ന് സെൽഫ് സ്റ്റഡി പറ്റിയൊരു ടോട്ടലായിട്ട് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ടൈം ടേബിൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, വീട്ടമ്മമാരായാലും ജോലിക്ക് പോകുന്ന ആണുങ്ങളായാലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന നമ്മുടെ പെൺകുട്ടികളാണെച്ചാലും അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഹെൽപ്ഫുള്ളായ ഒരു വീഡിയോ ആണിത്. ഓക്കെ, നമ്മളിപ്പോൾ 2-3 വീഡിയോ സെൽഫ് സ്റ്റഡിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പേർക്ക് യൂസ്ഫുള്ളായെന്ന് പറഞ്ഞിട്ട് കമൻറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് കേട്ടതിന് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കേണ്ട കേട്ടോ. അപ്പുറത്ത് സൗണ്ടൊക്കെ കേൾക്കും. ഞാനിങ്ങനെ ക്യാമറ പിടിച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യാറ്. എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഭരണഘടന പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതിന് മുന്നേ ഞാൻ മാത്സ് പഠിച്ചു. ഞാൻ എൻ്റെ അടുത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെച്ചാലും ബുക്സ് ആണെച്ചാലും അതിനെക്കുറിച്ചൊക്കെ ഞാനൊന്ന് ജസ്റ്റ് നിങ്ങളോട് പറയാം. ആദ്യം തന്നെ ഈ ഒരു പ്രിൻ്റില്ലേ, ഞാൻ എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു, കുറേ എൻ്റെ അടുത്ത് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നിറയെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, മാത്സിൻ്റെയാണ് ഈ ഒരു പ്രിൻ്റ് ഔട്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം കിട്ടുന്ന പ്രിൻ്റ് ഔട്ടാണ്. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതൊക്കെ വർക്കൗട്ട് ചെയ്യാനുള്ള ഇതാണ്. ഓക്കെ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് ഞാൻ ചെയ്തതാണ്. എനിക്ക് അതിൽ ഇത്ര മാർക്ക് കിട്ടിയിട്ടുള്ളൂ, 34 മാർക്കാണ് ഇന്ന് ചെയ്ത് നോക്കിയാൽ എനിക്ക് വെറും കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ പോക്കാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മൾ ജസ്റ്റ് നോക്കുക. ഇത് ഇന്ന് ചെയ്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഈ മെറ്റീരിയൽസ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ എടുത്ത് വെച്ചത് കുറേ മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ട്, കൂടാതെ ഞാൻ അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ മെറ്റീരിയൽ, ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ മെറ്റീരിയലാണ്. ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇതുള്ള ഇതാണ്. ഇങ്ങനത്തെ കുറേ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ തന്നെ ഞാൻ എൻ്റെ അക്കാദമിയിൽ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ ബാക്കിൽ തന്നെ നമുക്കിങ്ങനെ ബബിൾ ചെയ്യാനുള്ള OMR ഷീറ്റും ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടുന്നത്. ഓക്കെ, നമ്മളിതിൽ ഇതാണ് കണ്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇത് നോക്കി പഠിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതൊക്കെ POയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ടില്ല, ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് ചെയ്യാം. എനിക്ക് ഈ ഇഗ്നോൻ്റെ ഞാൻ ഡിഗ്രി ചെയ്യേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ വീഡിയോസ് ഒന്ന് പോയി കാണാൻ യൂസ്ഫുള്ളാവും. ഓക്കെ, അപ്പോൾ അതെനിക്ക് അസൈൻമെൻറ്റ്സ് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് നടക്കില്ല, അതുകൊണ്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി വെച്ചതാണ്. ഇത് കണ്ടില്ലേ, കുറേ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്സ് ഉണ്ട്, ഇതുപോലെ തന്നെ ഇംഗ്ലീഷും കുറേ കാര്യങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിൽ ഈ ഒരു OMR ഷീറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പമാവും, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ആൻസർ എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞ കുറച്ച് മെറ്റീരിയൽ കാര്യങ്ങൾ. ഇത് കണ്ടോ, സമയവും ദൂരവും വേഗതയും അതിൻ്റെ മെറ്റീരിയലാണ്. ഓക്കെ, ഇത് വന്നിട്ട് മലയാളത്തിൻ്റെ പിരിച്ചെഴുതാനുള്ള മെറ്റീരിയലാണ്. കണ്ടോ, തണ്ടാറ്, വിണ്ടലം, കണ്ടു, മനസ്സാക്ഷി, നിങ്ങൾ, മരത്തിൻ്റെ, കലത്തിൻ്റെ, ഇതൊക്കെ പിരിച്ചെഴുതാൻ വേണ്ടിയിട്ട് തന്ന ക്വസ്റ്റ്യൻസാണ്. ഇത് നമ്മൾ പിരിച്ചെഴുതണം. ഇത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് എൻ്റെ അടുത്ത് ഉള്ളതാണ്. ഇതൊക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യാറുമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് അതേപോലെ തന്നെ മാത്സിൻ്റെയാണ്, സമയവും ജോലിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഒഫീഷ്യലായിട്ട് നമുക്ക് അയച്ചു തരാം. അങ്ങനെയാണ് ചെയ്യേണ്ടായിരുന്നത്. ഇത് മുന്നേ ഉണ്ടതാണ്. ഇതിൻ്റെ ആൻസേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ചെയ്ത് വർക്കൗട്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് ബയോളജി, ഇത് ജീവകവും അപര്യാപ്തത രോഗങ്ങളും. ഓക്കെ, ജീവകങ്ങൾ കണ്ടെത്തിയത് പിന്നെ ജീവകങ്ങൾക്ക് പേര് നൽകിയത്
അങ്ങനെയൊക്കെയുണ്ട്. ക്ലാസ്മർ ഫംഗ്, പ്രധാന ജീവികളും ശാസ്ത്രീയ നാമങ്ങളും. ഇതിൽ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ജീവകം എ, ജീവകം ബി, ജീവകം B1, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, ഇത് കണ്ടോ, കളക്റ്റീവ് നോട്ട്സ്, സ്റ്റഡി മെറ്റീരിയലാണ്. അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുള്ളാവുന്ന എൻ്റെ അടുത്തുള്ള കുറച്ച് മെറ്റീരിയൽസാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുത്തുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും. ഞാൻ യൂസ് ചെയ്യണ ബുക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, 10th ലെവൽ മെയിൻസിൻ്റെ 2022 എഡിഷനാണ് ഞാൻ യൂസ് ചെയ്യണ ബുക്ക്. ഇത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ബുക്കാണ്. ചുമ്മാ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് വർക്കൗട്ട് ചെയ്യാന്ന് വേണ്ടിയിട്ട് വാങ്ങിച്ച മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും ഉള്ള ഒരു ബുക്കാണ്. ഇത് കണ്ടില്ലേ, ഓരോ ജില്ലയുടെയും ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ വാങ്ങിച്ചതാണ്. ഓക്കെ, ഇതാണ് വേറൊരു ബുക്ക്. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ബുക്ക്. ഞാൻ ഇതൊന്ന് ഒതുക്കി വെച്ചോട്ടെ. എൻ്റെ അടുത്ത് ആ ഒരു ബുക്കിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏതാ ബുക്ക് എന്ന്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് വന്നിട്ട് സിവിൽ പോലീസ് ഓഫീസറുടെ 20 PSC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. പ്രൈം PSCയുടെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്രീ OMR ഷീറ്റും ഉണ്ട്, ഇൻക്ലൂഡറായിട്ട് ഷീറ്റും ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ആ എക്സാം സമയത്ത്, ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് എക്സാം എഴുതിയത് CPO എക്സാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഇതാണുണ്ടോ, ഇവിടെ ലാസ്റ്റായിട്ട് OMR ഷീറ്റും ഇൻക്ലൂഡഡായിട്ട് ഇവർ തന്നിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം പിന്നീട് എപ്പോഴേലും, കാരണം അതിനകത്ത് OMR ഷീറ്റിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു. ഒരു ബുക്ക്ലെറ്റും ഉണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. പ്രൈം PSCയുടെയാണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായൊരു ബുക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ബുക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചൊരു ബുക്കാണ്. എനിക്ക് യൂസ്ഫുള്ളാവും, ഞാൻ വാങ്ങിച്ച് എനിക്ക് പഠിക്കാൻ പറ്റിയൊരു ബുക്കായിരുന്നു. ഇതിൽ തന്നെ ആൻസറും ഒരു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അനുബന്ധ വസ്തുതകൾ പഠിച്ചതിന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ബുക്കാണ് ഇനി വേറെ ഒരു ബുക്കിൻ്റെ ഇത് ഞാൻ എഴുതുന്ന, എപ്പോഴും നോട്ട് എഴുതുന്ന ഒരു ബുക്കാണ് കേട്ടോ. ഇത് ലെഡ്ജർ നോട്ട് പോലെ ഞാൻ എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കണ ഒരു ബുക്കാണ്. എല്ലാം ഉണ്ട്, എല്ലാ ടോപ്പിക്കും ഞാൻ നോട്ട് എഴുതണ ഒരു മെയിൻ നോട്ടായിട്ട് ഒളിമ്പിക്സ്, അതുപോലെ തന്നെ ഇത് കണ്ടോ, കോമൺവെൽത്ത് ഗെയിംസ്, അതുപോലെ ബീച്ച് ഗെയിംസ്, കേലോ ഇന്ത്യ, പാരാ ഗെയിംസ്, അതുപോലെ ICC മെൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ്, കല, കായികം, സാഹിത്യം, ഫിഫ മെൻസ്, അങ്ങനെ കുറേ ഉണ്ട്. റോഡ് ഗതാഗതം, അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കും. അപ്പോൾ ഇത് വേറെ ഭരണഘടന, ഞാൻ വേറെ ക്ലാസ് കാണുമ്പോൾ വേറെ നോട്ട് അങ്ങനെ എഴുതി വയ്ക്കും. പക്ഷേ എനിക്ക് വേണ്ട നോട്ട്സ് മാത്രമായിട്ട് ഞാൻ അങ്ങനെ എഴുതി വയ്ക്കാറാണ് പതിവ്. പഠിച്ചിട്ട് കണ്ട് മടക്കി വയ്ക്കണ ശീലമൊക്കെ ഉണ്ട്. പാരീസ് ഒളിമ്പിക്സ്, ഈ ഒരു നോട്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായതാണ്. ഇത് കണ്ടോ, ഒളിമ്പിക്സിൻ്റെ, പാരീസ് ഒളിമ്പിക്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ആയിട്ട് അങ്ങനെ എഴുതി വെച്ചത്. എത്ര മെഡലുകൾ, ആരാണ് ജയിച്ച കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതാണ്. ഓക്കെ, ഇത് ഭരണഘടന ഭേദഗതി, ഞാൻ അങ്ങനെ ജസ്റ്റ് നോട്ട് ഞാൻ അങ്ങനെ എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ പറ്റുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു നോട്ട് വാങ്ങുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്തുള്ള നോട്ടാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കുക. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചതാണ് PSC ബുള്ളറ്റിൻ എങ്ങനെയാണ് എടുക്കണത് എന്ന്. നമ്മുടെ ഞാൻ PSC ബുള്ളറ്റിന് എടുത്തത് ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട്, അതായത് നമ്മൾ അപ്ലൈ ചെയ്യണ സമയത്ത്, അതായത് കൺഫർമേഷനും നോട്ടിഫിക്കേഷനൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്കല്ലേ എല്ലാം വരിക. അതിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ എടുക്കാണ്ട് ഞാൻ സെപ്പറേറ്റ് മറ്റേ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് PSC ബുള്ളറ്റിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് വീട്ടിലത്തെ ഒരാളുടെ പേരിൽ അങ്ങനെ എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അപ്ഡേറ്റ് ആയിട്ട് PSC ബുള്ളറ്റ് മാസത്തിൽ 2 തവണ കിട്ടാറുമുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കുറേ പേർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് മാസത്തിൽ 2 വട്ടം
ഇതിപ്പോൾ ജനുവരി 15-ാണ്. ഇപ്പോൾ ഈ 15-ാം തീയതിക്കത്തെ ഫെബ്രുവരി 15-ാം തീയതിക്കത്തെ എനിക്ക് കൈ കിട്ടി. അപ്പോൾ ഞാൻ താഴെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നു. എനിക്ക് അവർ അയച്ചു തരുന്നുണ്ട്. കിട്ടാൻ നമുക്ക് 15-ാം തീയതിത്തെ എഡിഷൻ ആണെങ്കിൽ നമുക്കത് 1-ാം തീയതിയും 15-ാം തീയതി എനിക്ക് തോന്നുന്നു. അങ്ങനെ 2 എഡിഷനായിട്ടാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പോസ്റ്റ് വഴി കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും. 2 ദിവസം 3 ദിവസമൊക്കെ വഴുകും. അത്രയേ ഉള്ളൂ. കൈ കിട്ടാറുണ്ട് കേട്ടോ. എനിക്ക് ഡെയിലി കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റഡി ടേബിളിലുള്ള എൻ്റെ ബുക്സ്. ആണെങ്കിലും റഫ് ബുക്കാണെങ്കിലും കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും എൻ്റെ നോട്ട് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത് താഴെയുണ്ട്. ഇവിടെ ഇതാ തൊഴിൽ വീതി ഉണ്ട്. അങ്ങനെയുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ബുക്സ് കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് സെൽഫ് സ്റ്റഡി ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് യൂസ്ഫുള്ളായി ടൈം നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരിക്കണം. എന്നാൽ തന്നെ നമ്മൾ പഠിച്ചിട്ട് മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ ഇട്ടിട്ട്, നിങ്ങൾക്കിപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് എല്ലാ ടൈമും പഠിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുള്ള അമ്മമാരാണെങ്കിൽ അവർക്ക് ഒട്ടും തന്നെ സമയം കിട്ടില്ല. കുഞ്ഞിനെ നോക്കാനേ സമയം കിട്ടുള്ളൂ. അതിൽ നിന്ന് സമയം കണ്ടെത്തി പഠിക്കണവരാണ്. ഓക്കെ, എല്ലാവർക്കും ഓരോരോ കാരണങ്ങളുണ്ടാവും. എനിക്കും കുറേ കാരണങ്ങളുണ്ട്. ഞാനും നിങ്ങൾക്ക് പറയാറില്ലേ, ഞാൻ ഡിഗ്രി ചെയ്യുന്നുണ്ട്, എനിക്കത് എഴുതാണ്ട്, ഇത് പഠിക്കാനുണ്ടെന്ന്. അത് എൻ്റെ റീസൺസാണ്. എനിക്കത് റീസൺസ് ആയിട്ട് ഞാൻ എടുക്കാത്തത് കൊണ്ട് എനിക്കിത് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറേ പേര് പറയുന്നുണ്ട് എൻ്റെ അടുത്ത്, അത് ഇതും ഒപ്പം ഇങ്ങനെ കൊണ്ടുപോകണോ, ഇങ്ങനെ ടൈം ടേബിൾ ഇട്ട് ഇതിലെല്ലാം ഇൻക്ലൂഡ് ആക്കണത് എങ്ങനെയാണ്, അത് പഠിക്കണില്ലേ. എൻ്റെ ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം എൻ്റെ ടൈം ടേബിൾ. കാണാത്തവരാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് നോക്കൂ. ഞാൻ എവിടെ എഴുതി വെച്ചത് എന്ന് എനിക്ക് ഓർമ്മയില്ല. ജസ്റ്റ് കാണുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ടൈം ടേബിൾ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഞാൻ സെൽഫ് സ്റ്റഡിക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഇട്ട ടൈം ടേബിളാണ്. ഇപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് ഇത് യൂസ്ഫുൾ ആക്കുന്നുണ്ട്. അതായത് കുറച്ച് എൻ്റെ 10 അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അതിൽ 7 എഴുതി കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഇതിലേക്ക് ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് യൂസ്ഫുൾ ആക്കുന്നുണ്ട്. 4 മണി ടു 7:30 വരെ കറണ്ട് അഫയേഴ്സ്. ഞാൻ കറണ്ട് അഫയേഴ്സ് എന്നും അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. 4 മണി ടു 7:30 വരെ ഞാൻ 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീച്ചാൽ 4:15 പഠിത്തം തുടങ്ങുള്ളൂ. 4 മണിയിൽ നിന്ന് ആ ഒരു ഇതിൽ. അപ്പോൾ ഈ 4 മണിക്ക് റെഡി ആവുന്ന രീതിക്ക് ഞാൻ എണീക്കാറുണ്ട്. അപ്പോൾ 4 to 7 വരെ കറണ്ട് അഫയേഴ്സ്. ഞാൻ കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കതിൻ്റെ ഗുണമുണ്ട്. നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് പെൻഡിങ് ഇല്ലാണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ 7:30 to 8:30 വരെ ഒരു PYQ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എപ്പോഴും നോക്കും. പിന്നെ 8:30 to 9 വരെ ബ്രേക്കാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കുറച്ച് കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബ്രേക്ക് എടുക്കും. പിന്നെ 9:30 to 11 മണി വരെ മാത്സ് ഞാൻ ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ് കാണുന്നത്. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത് ആ സാറിൻ്റെ ക്ലാസ്സാണ്. എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഞാൻ കണ്ടിട്ട് അത് അത്രയും അടിപൊളിയായിട്ട് എടുക്കണ ആ ഒരു ചാനലാണ് ജെറിൻ സാറിൻ്റെ ട്രിക്ക് ടേൺ പറഞ്ഞിട്ട് ചാനൽ. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. പിന്നെ 11 to 12 വരെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഭരണഘടനയ്ക്കും ഞാൻ കുറച്ച് നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1.5 മണിക്കൂർ എടുത്തിരിക്കുന്നത്. പിന്നെ 12:30 to 1:30 വരെ ഇംഗ്ലീഷ്, 1:30 to 2:30 വരെ ബ്രേക്കാണ്, ലഞ്ച് ബ്രേക്ക്. പിന്നെ 2:30 to 3:30 വരെ മലയാളം, 3:30 to 5 മണി വരെ സയൻസ് എക്കണോമിക്സ്. ഇതിനും ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് കുറച്ച് ടൈം കൂട്ടി എടുക്കുന്നുള്ളൂ. ഒന്നല്ലെങ്കിൽ സയൻസ് പഠിക്കും, അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിക്കും. ഓക്കെ, പിന്നെ 5 to 5:30 വരെ ബ്രേക്ക്, 5:30 to 6:30 വരെ സുപ്രധാന നിയമങ്ങൾ, 6:30 to 8 മണി വരെ കേരള ഭരണം സംവിധാനം, 8:30 to 10 മണി വരെ ഹിസ്റ്ററി. ഓക്കെ, എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. 10 to 11 മണി വരെ, 8 to 8:30 വരെ ഡിന്നറും, 8:30 to 10 മണി വരെ ഹിസ്റ്ററി. പിന്നെ 10 to 11 വരെ അതർ ടോപ്പിക്സ്. നമ്മൾ പഠിക്കാത്ത ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് നോക്കും, ഇല്ലെങ്കിൽ റിവിഷൻ. ഓക്കെ, ഇതാണ് എൻ്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇത് ഞാൻ കാണിച്ചപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ ഇൻക്ലൂഡഡ് ആക്കിയിട്ട് ഇത്രയും തോന്നെ പഠിക്കാൻ പറ്റുന്നത്. ഇതല്ല, ഇതിൽ കൂടുതൽ പഠിക്കുന്നവരും ഉണ്ട് കേട്ടോ.
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പഠിക്കണം. ഓക്കെ, അത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ടൈം നോക്കിയിട്ട് ഇട്ട ടൈം ടേബിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഞാനൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നോക്കിയിട്ട് നിങ്ങൾ എന്താ വർക്ക് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ബേബി ഉണ്ടോ, ആർക്കെങ്കിലും കുട്ടിയുണ്ടോ, ആ കുട്ടി വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്, എനിക്കൊരു ടൈം ടേബിൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ട് തരാം. അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണ് നിങ്ങൾ എപ്പോൾ പോയിട്ട് എപ്പോൾ വരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇട്ട് തരാം. ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഞാൻ വീട്ടമ്മയാണ്, എനിക്കൊരു ടൈം ടേബിൾ ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരി അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു അടുത്ത വീഡിയോയിൽ ഞാനൊരു ടൈം ടേബിൾ ഞാൻ അവർക്കായിട്ട് ഇട്ട് കൊടുക്കുക. അവർ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, കമൻറ്റ് ഇട്ട് ചോദിച്ചതാണ്. അവർക്ക് വേണ്ടിയിട്ട് ടൈം ടേബിൾ ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, എനിക്ക് നന്നായി യൂട്ടിലൈസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ടേബിളായി. ഇതിന് ശേഷം പിന്നെ ഞാൻ നോക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ് മലയാളം, അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ്, നോൺ GK ആയിട്ട് ഇത് ഞാൻ ഇൻക്ലൂഡഡ് ആക്കിയത് ഡെയിലി ഒരു റൊട്ടീൻ പോലെ ഡെയിലി ഞാൻ കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ന്യൂസ് പേപ്പർ ഞാൻ നന്നായി വായിക്കും. അപ്പോൾ ന്യൂസ് പേപ്പറിലുള്ള കറണ്ട് അഫയേഴ്സ് ഞാൻ കുറച്ച് സ്പോർട്സിലതിൽ എഴുതി വയ്ക്കാറുണ്ട്. ഓക്കെ, ന്യൂസ് പേപ്പറിൽ അപ്പോൾ ഡെയിലി വായിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നിയമനങ്ങൾ കുറേ പേര് ഇപ്പോൾ റീസെൻ്റായിട്ട് മാറിയിട്ടുണ്ട്. അവരുടെ പേരൊക്കെ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിൽ നിൽക്കുന്നുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് മനസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഫോളോ ചെയ്യുക. ന്യൂസ് പേപ്പർ വായിക്കണം നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ട്, എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ന്യൂസ് പേപ്പർ റീഡിങ്. അപ്പോൾ അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, എനിക്ക് നല്ല യൂസ്ഫുൾ ഉണ്ട്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. സമയമില്ലാത്തവരുണ്ട്, എല്ലാവരെ കൊണ്ട് ഞാൻ ചെയ്യണമെന്ന് പറയില്ല, കാരണം നമ്മുടെ ആവശ്യമാണ്. ഓക്കെ, പലർക്കും ഇപ്പോൾ എനിക്ക് തന്നെ മടി വരാറുണ്ട്. ഓക്കെ, ഞാൻ മടി വരുന്ന സമയത്ത് ഇത് അങ്ങനെ എഴുതി വയ്ക്കും. ഇന്ന് എനിക്ക് വൈകുന്നേരത്ത് നല്ല ബോറടിച്ചപ്പോൾ ഞാൻ ഇവിടെ കുറേ അവിടെ ഇവിടെയൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇതുണ്ടോ. അപ്പോൾ വെറുതെ എനിക്ക് ഒരു മൂഡ് ഓഫ് പോലെ ആയപ്പോൾ ഞാൻ ജസ്റ്റ് എഴുതി വെച്ചതാണ് ഇത്. അപ്പോൾ ഇങ്ങനെ വല്ല എഴുതി വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് മൈൻഡ് മാറ്റിയിട്ട് പഠിത്തത്തിലോട്ട് വരാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പഠിക്കണം. വേറെ ആരും ഒരുപാട് പേര് തളർത്താൻ നമ്മളെ ഉണ്ടാവും. ഓക്കെ, ജോലിയൊന്നും ആയില്ലേ ചോദിക്കുന്നവർ കുറേ ഉണ്ടാവും. 18 വയസ്സായാലും 19 വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം മട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അടുത്തത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ PSCയിലോട്ട് ഇറങ്ങും, ചിലർ PG എടുക്കും, അല്ലെങ്കിൽ ഡിഗ്രീൻ്റെ കൂടെ PSC എടുക്കുന്നവരുണ്ട്. ഈ PSC എല്ലാവരുടെയും വിചാരം PSC പഠിച്ചു ഒരു 2 വർഷം പഠിച്ചാൽ ജോലി കിട്ടും, ആ ജോലി കിട്ടാത്തവരൊക്കെ പഠിക്കാത്തവരാണെന്നാണ് എല്ലാവരുടെയും വിചാരം. അങ്ങനെയൊന്നുമല്ല, നമുക്ക് പഠിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ 2022 PSCക്ക് ഇറങ്ങിയത് തന്നെ. ആ ഇറങ്ങിയ സമയത്ത് എനിക്കൊരു ബേസും ഉണ്ടായിരുന്നില്ല, സത്യമായിട്ടും ഒരു ബേസും ഉണ്ടായിരുന്നില്ല. എനിക്ക് കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടും കുറച്ച് ഞാൻ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, മുന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ സ്വയമായിട്ട് ഇരുന്ന് പഠിച്ച് അങ്ങനെയാണ് എനിക്കൊരു ബേസ് കിട്ടിയതും. പിന്നെ വേറൊരു ക്ലാസ്സിലേക്ക് മാറിയപ്പോഴാണ് ഇതാണ് PSC, ഇങ്ങനെയാണ് PSCയുടെ പാറ്റേൺ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ അനുഭവങ്ങൾ. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് പഠിക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് നിങ്ങളൊരു കുഞ്ഞു ബുക്കിലോ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയേണ്ടത് എഴുതി വയ്ക്കുക. ഈ ദിവസം അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്ന് എണീച്ചിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ഇത്ര ടോപ്പിക്ക്, ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ഓക്കെ, കറണ്ട് അഫയേഴ്സ്, മലയാളം, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, ഈ 4 ടോപ്പിക്ക് നിങ്ങൾ എല്ലാ ദിവസം നിങ്ങൾ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ 4 എണ്ണം. കറണ്ട് അഫയേഴ്സ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഓക്കെ, ഇത് നമ്മുടെ എല്ലാ എക്സാംസിനും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ 4 എണ്ണം. ഓക്കെ, അപ്പോൾ ഞാൻ മാത്സിന് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ജെറിൻ സാറിൻ്റെ. നമുക്ക് ലോ ലെവൽ തൊട്ടിട്ട് ഹൈ ലെവൽ വരെ സാറ് നന്നായി പറഞ്ഞു തരും, മനസ്സിലാവുന്ന രീതിക്കാണ് സാറ് ക്ലാസ് എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ആ യൂട്യൂബ് ചാനൽ ഞാൻ സജസ്റ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് അത്രയും പറ്റുന്നില്ല, ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ആ സാറിൻ്റെ ക്ലാസ് കാണുക. ഒന്നും അറിഞ്ഞില്ല എന്നല്ലെങ്കിൽ നമ്മുടെ
എല്ലാ ടോപ്പിക്സും സാറ് കവർ ചെയ്തിട്ട് പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാറിൻ്റെ ക്ലാസ് കാണുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ്. ഇംഗ്ലീഷ്, മലയാളം ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് നോക്കി ചെയ്യുകയാണ്. അതുപോലെ തന്നെ റാങ്ക് ഫയലിലും ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ് റാങ്ക് ഫയലുണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ അത് പഠിക്കും, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കും. അപ്പോൾ അത് ഡെയിലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ കറണ്ട് അഫയേഴ്സിന് ഞാൻ പറഞ്ഞ പോലെ പേപ്പർ വായിക്കും. പിന്നെ സൈലത്തിൻ്റെ എൻട്രിയുടെയും അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അവർ ഡെയിലി കറണ്ട് അഫയേഴ്സ് വിടും. അത് ഞാൻ പഠിക്കും. നോട്ടായിട്ട് എഴുതി വെച്ചിട്ട് ഞാനത് പഠിക്കാറുണ്ട്. അങ്ങനെ കറണ്ട് അഫയേഴ്സ് നോക്കും. പിന്നെ ഞാൻ ടെലിഗ്രാം ചാനലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ഫോണ് അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ടെലിഗ്രാം ചാനലൊന്നും ഞാൻ കയറിയിട്ടില്ല. 1-2 ചാനൽ മാത്രമേ എനിക്ക് അറിയാമെന്നുള്ളൂ. ഞാൻ ജസ്റ്റ് കയറും, നോക്കും. അല്ലാണ്ട് അത് ഡീപ്പായിട്ട് ഞാൻ ടെലിഗ്രാമിൽ ഇല്ല. ഞാൻ യൂട്യൂബിലാണ് മെയിനായിട്ട് കാണാറ്. ഞാൻ പഠിക്കുകയാണെങ്കിൽ തന്നെ ടി വിയിൽ, ഫോണിൽ പഠിക്കാറില്ല. ഒന്നില്ലെങ്കിൽ ലാപ്ടോപ്പിൽ പഠിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ടി വിയിൽ ഇങ്ങനെ യൂട്യൂബ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ നോക്കിയിട്ട് താഴെ ടേബിളിട്ടിട്ട് അങ്ങനെ പഠിക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, അത് എനിക്ക് ഒന്നും കൂടി പഠിക്കാനും ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമുക്ക് വലുതായി കണ്ട് അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ 4 നിങ്ങൾ ഡെയിലി കൊണ്ടുപോയി തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണെച്ചാലും ചില എക്സാംസ് 20 മാർക്കിനുണ്ട്. അതല്ല 10 മാർക്ക് മലയാളം, 10 ഇംഗ്ലീഷ്, 10 മാത്സ് 10. ഈ 40 മാർക്ക് നമ്മൾ ഡെയിലി ഒരു റൊട്ടീനായി കൊണ്ടുപോകണമെങ്കിൽ 40 മാർക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ 40 മാർക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ, ഇപ്പോൾ NC ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റും. നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുക. എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മളെന്നും അത് ബാധിക്കില്ല എന്ന് നിങ്ങൾ അറിഞ്ഞ് തിരിച്ചാലേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ഈ ജോലി കിട്ടിയിട്ട് ആ ജോലി കിട്ടണ സമയത്തുള്ള ആ ഒരു ഫീല് ഇപ്പോഴേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇപ്പോഴേ ആലോചിക്കാറുണ്ട് കേട്ടോ. ആ ജോലി ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനും ജോലി കിട്ടിയതിന് ശേഷമുള്ള ഒരു സിറ്റുവേഷനും രണ്ടായിരിക്കും. നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുക. എന്ത് വന്നാലും ഞാൻ ആ ജോലി നേടിയെടുക്കും എന്നുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ജോലി ഉറപ്പാണ്. സത്യമായിട്ടും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ കൂടെയുണ്ട്. കാരണം ഞാൻ ആ ജോലി, ഒരു സർക്കാർ ജോലി ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം എന്താണ് ആ പഠിക്കുന്ന ആളുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. കുറേ പേര് കഷ്ടപ്പെട്ടെന്നുള്ളത്, ജോലിക്ക് പോകുന്നവരുണ്ട്, വീട്ടമ്മമാരുണ്ട്, അതുപോലെ തന്നെ ജോലിക്ക് പോണ ആൺകുട്ടികളുണ്ട്, ബോയ്സ് ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്താന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതിലും അങ്ങനെ പഠിച്ചിട്ടും ജോലിക്ക് കയറി ഒരുപാട് പേരുണ്ട്. നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. ഇങ്ങനെ ജോലിക്ക് പോയിട്ടും ഓട്ടോ ഓടിച്ചിട്ടും ഡ്രൈവർ പണിക്കാൻ വെച്ചാലും, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വിഗ്ഗിയിലൊക്കെ അങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ട് വഴിയരികിലിരുന്ന് പഠിച്ചിട്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട്. വീട്ടമ്മമാരാണെച്ചാലും ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു ഡിപ്രഷനിൽ ഇരുന്നിട്ട് അതിന് ശേഷം PSCക്ക് വന്ന് പിന്നെ അങ്ങനെ പഠിച്ച് ജോലിക്ക് കുറേ പേരുടെ ഞാൻ കാണുന്ന അതായത് ഞാൻ ഡള്ളായി പോണ സമയത്ത് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് കാണുന്ന കുറച്ച് മോട്ടിവേഷൻ വീഡിയോസ് ഉണ്ട്. ഞാൻ എൻട്രി ആണെച്ചാൽ കുറേ അങ്ങനെ ഇടുന്ന വീഡിയോസ് ഞാൻ ഇരുന്ന് കാണാറുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ മോട്ടിവേറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി കൊണ്ടുപോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, യൂസ്ഫുള്ളായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്തു, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാനത് എനിക്ക് അതായത് അവരുടെ ടോപ്പേഴ്സിൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവർ പഠിച്ച രീതി, അവരെങ്ങനെയാണ് സമയം കണ്ടെത്തിയത്, എങ്ങനെയാണ് പഠിച്ചത്, എങ്ങനെയാണ് എഴുതി. നോട്ട് എഴുതാനൊന്നും എല്ലാവർക്കും പറ്റത്തില്ല. അപ്പോൾ അവരെങ്ങനെയാണ് എഴുതി, ഞാൻ കുഞ്ഞു നോട്ടിൽ ബുക്കിൽ എഴുതി വെക്കും. അത് വർഷങ്ങൾ എനിക്ക് പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വർഷങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്ക് എന്നുള്ളത് ഞാൻ കരുതിയിട്ടില്ല. കാരണം എനിക്ക് വർഷങ്ങൾ മനസ്സിൽ നിൽക്കണോണ്ട് എനിക്ക് അതിന് ബുദ്ധിമുട്ടില്ല. ഡേറ്റ് കാര്യങ്ങൾ കുറേ എല്ലാ കാര്യങ്ങളും എനിക്ക് മൈൻഡിൽ നിൽക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനൊരു കോഡ് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എനിക്കത് മൈൻഡിൽ നിൽക്കും. അതുകൊണ്ട് വർഷങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടൈം കളയാറില്ല. ബാക്കിയുള്ള ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്യുള്ളൂ. അപ്പോൾ കുഞ്ഞു ബുക്ക് നമ്മുടെ പണ്ട് ഞാൻ ഈ ബസ്സിലൊക്കെ പോണ സമയത്ത് കയ്യിലൊക്കെ എഴുതി വയ്ക്കുമായിരുന്നു. കയ്യിൽ എഴുതി വയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്താ പഠിച്ചേണ്ട ഒരു പോയിൻ്റ് എഴുതി വയ്ക്കുമ്പോൾ ആ പോയിൻ്റ് നമ്മൾ ആലോചിക്കും, ഈ പോയിൻ്റ് ഞാൻ എന്തിനാണ് എഴുതി വെച്ച്, ഏതാണ് ഇതിന് ഞാൻ വേണ്ടി പഠിച്ചത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു PSCയുടെ ഒരു ലെവലിൽ നമുക്ക് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ദിവസങ്ങൾ വരുന്നതോറും PSCയുടെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാണാത്ത ചോദ്യങ്ങളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടുവരികയാണ് നമ്മൾ.
അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഓക്കെ, ഇതിന്ന് ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്നേന്ന് തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ അത് അനുഭവിക്കുന്നുണ്ട്. കാരണം എക്സാംസിന് വേണ്ടി ഡിഗ്രി എക്സാംസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജൂൺ സമയത്തായിരിക്കും നമ്മുടെ എല്ലാ എക്സാമും ഒരുമിച്ച് വരിക. അപ്പോൾ എനിക്ക് ജൂൺ സമയത്തും ഡിഗ്രീൻ്റെ എക്സാമും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സാംസിന് പോവുകയാണെന്ന് വെച്ചാലും വരികയാണെന്ന് വെച്ചാലും അതിന് വേണ്ടി പഠിക്കുകയാണെന്ന് വെച്ചാലും ഇപ്പോൾ എനിക്ക് ഈ ഒരു മാർച്ച് വരെ കുഴപ്പമില്ല. ഏപ്രിൽ മെയ് ജൂൺ മാസത്തിൽ എനിക്ക് ഫുൾ എക്സാമാണ് ഡിഗ്രീൻ്റെ. അതിന് വേണ്ടി പഠിക്കണം. അപ്പോൾ ഈ സമയം അതിന് വേണ്ടി പോവും. അപ്പോൾ ഈ സമയം എനിക്ക് PSCക്ക് നോക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് ഇന്നൊരു കൺഫർമേഷൻ വന്നിട്ട് ഇതിൻ്റെ പ്രിസൺ ഓഫീസറെ കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഇനിയിപ്പോൾ ആ എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് നോക്കണം. സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് നമ്മളായിട്ട് നമ്മുടെ ടൈം യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, അല്ലാണ്ട് വേറെ ആരും നമുക്ക് ടൈമൊന്നും കൊണ്ടെത്തിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റി വെക്കുക. നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വർഷം നമുക്ക് ജോലിയിൽ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ചെയ്യാം. അവർ വീട്ടമ്മമാർ കുഞ്ഞിനെ നോക്കിയിട്ട് ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും, ജോലിക്ക് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല? ഓക്കെ, അപ്പോൾ ഞാനിതൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ ഞാൻ പഠിക്കാതിരിക്കാറ്. കാരണം അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി പഠിക്കാനുള്ള ഒരു ഇത് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ മോട്ടിവേഷൻ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ കണ്ടിട്ട് പഠിക്കാതിരിക്കുകയാണെങ്കിൽ യൂസ്ഫുള്ളാവും. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് പഠിക്കാനൊരു ഇത് വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ യൂസ്ഫുള്ളാവും, നമുക്ക് പഠിക്കാനും ഇതാക്കാനും പറ്റും. പിന്നെ നിങ്ങൾ PYQ ഡെയിലി കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വേറെ എവിടെ നിന്നും വേറെ ഒരു സോഴ്സും തപ്പി പോകണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വന്ന ക്വസ്റ്റ്യൻസിനെ നമുക്ക് എക്സാംസിനും വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പോൾ ഒരു 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഓരോ ഓപ്ഷനിലെ നമ്മുടെ ഉത്തരം, ബാക്കി വേറൊരു ഓപ്ഷൻ വേറെ ഒന്നെങ്കിലും തന്നതായിരിക്കില്ലേ. ആ ഓപ്ഷൻസിൻ്റെ ഉറവിടം തപ്പിയിട്ട് നിങ്ങൾ പോവുക. അപ്പോൾ അതിൻ്റെ സോഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ എല്ലാ ഓപ്ഷൻസിൻ്റെയും ഉറവിടം തപ്പിയിട്ട് കണക്റ്റഡ് ഫാക്ട്സ് നിങ്ങൾ തപ്പിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ സമയം നമ്മളായിട്ട് കളയരുത്. എല്ലാ സമയവും നിങ്ങൾ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം തന്നെ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. കുറേ ഫങ്ഷൻസ് നമ്മൾ മാറ്റി വെക്കണം. ഇപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് സിനിമയ്ക്ക് പോകാൻ വിളിക്കും, പുറത്ത് പോകാൻ വിളിക്കും. അവരോട് ഇല്ല എന്ന് തന്നെ നിങ്ങൾ പറയൂ, നമ്മുടെ സമയമാണ്, എനിക്ക് പഠിക്കാനുണ്ട് എന്ന് തന്നെ നിങ്ങൾ പറയൂ. ചിലപ്പോൾ അവർ കളിയാക്കുന്നവർ കളിയാക്കട്ടെ, നമ്മളത് മൈൻഡാക്കണ്ട. അവർ കളിയാക്കട്ടെ. പക്ഷെ അവർ കളിയാക്കിയവരെ നമ്മൾ തിരിച്ച് കൈയടിപ്പിക്കേണ്ട ഒരു ദിവസം വരില്ലേ? ആ ദിവസത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഞാൻ ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. എനിക്ക് ആ ദിവസം വരും. നമ്മുടെ പോസ്റ്റ്മാൻ നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊണ്ടു തരില്ലേ, ആ ഒരു വീഡിയോസൊക്കെ നമ്മൾ കാണാറില്ലേ? ആ പാട്ട് വെച്ചിട്ട് അപ്പോൾ ഉണ്ടാവുന്ന ആ ഗൂസ് ബംസ്, നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ആ ഗൂസ് ബംസ് നമുക്ക് വേണ്ടേ? അതിനു വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് ചിലവർ എന്താ ഇങ്ങനെ ഈ കുട്ടി എന്താ ഇങ്ങനെ പറയണം അങ്ങനെ വിചാരിക്കാം. ഇത് മോട്ടിവേഷനായിട്ട് എടുക്കുന്നവരും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ എനിക്കൊരു ഉള്ളിലൊരു സമാധാനമാണ്. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസിൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം ഇത് എടുക്കുന്നുണ്ടെന്ന്. ഓക്കെ, അത് അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന സോഴ്സ് ബുക്കാണെച്ചാലും എല്ലാം വെച്ചാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒന്നും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ മെറ്റീരിയൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ PDF ആക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ഞാൻ PDF ആക്കിയിട്ട് ഒന്നല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഞാൻ അയച്ചു തരാം. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയൂ, ഞാൻ അയച്ചു തരാം. പിന്നെ നിങ്ങൾ റാങ്ക് ഫയൽ എപ്പോഴും ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് കറണ്ട് അഫെയർ റാങ്ക് ഫയൽ നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഓക്കെ, കാരണം എല്ലാം ഇപ്പോൾ 2024 ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് 2022 എഡിഷനാണ്. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ടോപ്പിക്ക് ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയില്ല, അല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ റാങ്ക് ഫയൽ യൂസ് ചെയ്യൂ. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അല്ലാണ്ട് ഈ റാങ്ക് ഫയൽ മാത്രം പഠിച്ചിട്ട് PSCയിൽ എന്തെങ്കിലും ആവാമെന്ന് എന്നെക്കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറ്റില്ല എന്നേ പറയുള്ളൂ കേട്ടോ. കാരണം റാങ്ക് ഫയലാണ് എല്ലാം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ റാങ്ക് ഫയൽ നിങ്ങൾ നോക്കിയിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ധാരണ
ഇതിൽ നിന്ന് ഉണ്ടാക്കുക. ഓക്കെ, പിന്നെ അതിൻ്റെ സോഴ്സ് തപ്പി PYQലാണെങ്കിലും അല്ലെങ്കിൽ വേറെ എവിടെ യൂട്യൂബ് ചാനലാണ്, ടെലിഗ്രാം ചാനൽ, എവിടെ നിന്നാണോ കിട്ടണത് ആ സോഴ്സ് നിങ്ങൾ ഇരുന്ന് പഠിക്കൂ. ആ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം വേറൊരു ടോപ്പിക്ക് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പഠിത്തം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ സെൽഫ് സ്റ്റഡിക്ക് നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല. നമ്മളെ തന്നെ നമ്മൾ നിയന്ത്രിക്കേണ്ടത്. നമ്മളാണ് നമ്മുടെ സമയം തീരുമാനിക്കുന്നത്. നമ്മളാണ് നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നത്. ഓക്കെ, നിങ്ങളുടെ സമയമാണ്. ഇപ്പം തന്നെ സമയം അത്രയായി. എൻ്റെ സമയം, പഠിക്കേണ്ട സമയം ഞാൻ പഠിത്തം നിർത്തി എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഇതാണ്. ഞാൻ ഫോളോ ചെയ്യണത് ഇങ്ങനെയാണ്. ഡെയിലി പഠിക്കാൻ പറ്റാത്തവരുണ്ട്. നിങ്ങൾക്ക് ടൈം ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയവും കാര്യങ്ങളും എപ്പോഴാണ് പോണത് എപ്പോഴാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നെയും ശേഷമുള്ള പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ഞാൻ വേണമെങ്കിൽ ഇട്ട് തരാം. എൻ്റെ ഒരു രീതിക്ക് ഞാൻ ഇട്ടുതരാം. നിങ്ങളുടെ സമയവും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇട്ടുതരാം. ഓക്കെ, PSC ബുള്ളറ്റിൻ എവിടെ നിന്നാണ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ PSC ബുള്ളറ്റിൻ കിട്ടും. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങൾ തൊഴിൽ വാർത്തയാണ് വരുത്തുന്നുണ്ടെങ്കിൽ തൊഴിൽ വാർത്ത പഠിക്കുക. അതിൽ കറണ്ട് അഫേഴ്സ് ഉണ്ടാവും, അതിൽ നിന്ന് പഠിക്കുക. അതിൽ തന്നെ വർക്കൗട്ട് ചെയ്യാനുള്ള ഇതുണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പം ഞാൻ തൊഴിൽ വീതിയാണ് 2-3 ആഴ്ചയായിട്ട് വരുത്തുന്നത്. ഇത് തന്നെ ഞാനിത് എടുക്കാത്ത തൊഴിൽ വീതിയാണ് കേട്ടോ. ഇതിൽ കണ്ടോ കറണ്ട് അഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് പഠിക്കുക. ജസ്റ്റ് പഠിക്കുകയല്ല, പഠിക്കണം കേട്ടോ. കറണ്ട് അഫേഴ്സ് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് അത് നിങ്ങൾ പഠിക്കണമായിരിക്കും ഒന്നും കൂടി ബെറ്ററായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിക്കുക. പിന്നെ എവിടെ നിന്നാണോ എവിടെ നിന്നൊക്കെ സോഴ്സ് കിട്ടുന്നുണ്ടോ അവിടെ നിന്നൊക്കെ നിങ്ങൾ അത് ഒന്നല്ലെങ്കിൽ നോട്ട് എഴുതുക, അല്ലെങ്കിൽ PDF ആയിട്ട് എടുക്കുക. ഓക്കെ, കുറേ ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽസിലൊക്കെ അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ അവർ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുക. ഓക്കെ, അത് കാണാത്തവരാണെങ്കിൽ അത് കാണുക. അത് കണ്ടിട്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലുണ്ടാവുമല്ലോ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഉണ്ടാകുന്നതുകൊണ്ട് നിങ്ങളത് നോക്കി പഠിക്കുക. ഞാനത് നോക്കാറുണ്ട് കേട്ടോ, നോക്കിയിട്ട് പഠിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ച് കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ്, സ്പോർട്സിലെ കറണ്ട് അഫയേഴ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അത് നിങ്ങൾ ജസ്റ്റ് പോയി കാണുക, എന്തായാലും യൂസ്ഫുൾ ആവും. ഓക്കെ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് LDCക്കും അതുപോലെ തന്നെ 10th പ്രിലിംസിന് വന്ന ക്വസ്റ്റ്യൻസിൽ PSC ബുള്ളറ്റിൻ ഉണ്ട് എൻ്റെ കയ്യിൽ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് പാർട്ട് 2ൻ്റെ വീഡിയോ ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യും. ഇനിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. ഓക്കെ, ഇപ്പോൾ തന്നെ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ സോഴ്സായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇടുക. ഞാൻ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ റിപ്ലൈ തരാം കേട്ടോ. ഞാൻ എപ്പോഴും ഫോൺ എടുക്കാത്തത് കാരണം എല്ലാ റിപ്ലൈക്കും ഞാൻ മറുപടി അങ്ങനെ തരാറില്ല. പക്ഷേ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിച്ച് നോക്കൂട്ടോ. രാത്രി ഇരുന്ന് ഞാൻ വായിച്ച് നോക്കാറുണ്ട്. ഓക്കെ, പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ ഒക്കെ തരാം. നിങ്ങൾക്ക് ടൈം ടേബിൾ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സോഴ്സ് ഇതിൻ്റെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിലോ PDF ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുണ്ടെങ്കിലോ എൻ്റെ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, അതിലുള്ള സോഴ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിക്കുക. ഓക്കെ, നന്നായി ഇരുന്ന് പഠിച്ചാൽ പരിശ്രമിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ലല്ലോ, നമുക്ക് കിട്ടും. എന്തായാലും എനിക്കായാലും നിങ്ങൾക്കായാലും ഒരു ജോലി നമുക്ക് മസ്റ്റാണ്. ഈ കാലത്ത് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, ഒന്നുമല്ല. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ നന്നായി പഠിക്കുക. ഞാനുണ്ട് സപ്പോർട്ടിനായിട്ട്. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് വീഡിയോ ചെയ്യാം. ഓക്കെ, ഒരിക്കലും പഠിത്തം നിർത്തരുത്, മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് സോഴ്സൊക്കെ ഇട്ട് തരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.